നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയെ ചൊല്ലി ഞാൻ വ്യക്തിപരമായി പലപ്പോഴും ദുഃഖിക്കാറുണ്ട്. കഴിഞ്ഞ 11 വർഷമായിട്ട് അദ്ദേഹം പ്രധാനമന്ത്രിയാണ്. ഒരു ദിവസം പോലും സ്വന്തം ആവശ്യത്തിന് അദ്ദേഹം അവധിയെടുത്തിട്ടില്ല. ഇങ്ങനെ പ്രവർത്തിച്ച ഒരു പ്രധാനമന്ത്രിയും ഭാരതത്തിൽ നിന്നല്ല, ലോകത്ത് തന്നെ ഉണ്ടാവില്ല. ഈ 11 വർഷത്തിനിടയ്ക്ക് ഒരു മൂക്കിപ്പനിയെങ്കിലും വരണമല്ലോ. ഒന്ന് ഡോക്ടറുടെ അടുത്ത് പോയി, ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ ചികിത്സയ്ക്ക് പോയി. കാർന്നവർക്ക് യാതൊരു കുഴപ്പവുമില്ല. ഒരു ദിവസം എത്ര മണിക്കൂർ പ്രവർത്തിക്കുന്നു എന്ന് ചോദിച്ചാൽ ആർക്കും അറിയില്ല. ജോലി തീരുന്നവരെ ജോലി ചെയ്യും. അതാണ്. യാത്ര ചെയ്യുന്നതിനൊന്നും യാതൊരു കുറവുമില്ല. ഇത്രയും എനർജറ്റിക്കായിട്ട്, ഇത്രയധികം ആളുകളോട് സംവദിച്ച്, ഇത്രയധികം ജോലികൾ ഇത്ര കൃത്യസമയത്ത് കണിശമായിട്ട് തീർക്കുന്ന ആൾ ഒരത്ഭുതം പോലെ ലോകത്ത് നിലനിൽക്കുന്നു. എന്നാൽ അദ്ദേഹത്തെ വിമർശിക്കുന്നവരുടെ കാര്യം അതിലും വലിയ അത്ഭുതമാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് രാഹുൽ ഗാന്ധി ഒരു യോഗത്തിൽ പ്രസംഗിക്കുന്നു. നരേന്ദർ സറണ്ടർ എന്ന് ഡൊണാൾഡ് ട്രംപ് നരേന്ദ്രമോദിയോട് പറഞ്ഞു പോലും. പറഞ്ഞതായിട്ട് അദ്ദേഹം ആംഗ്യത്തിൽ അഭിനയിച്ചൊക്കെ കാണിക്കുന്നു. രാജ്യം സറണ്ടർ ചെയ്തു, ജി ഹുസൂർ എന്ന് പറഞ്ഞിട്ട് മോദി സറണ്ടർ ചെയ്തു. മോദി സറണ്ടർ ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാന് മുമ്പിൽ രാജ്യം സറണ്ടർ ചെയ്തു എന്നാണല്ലോ അതിനർത്ഥം. സാധാരണ ഇങ്ങനെ സറണ്ടർ ചെയ്തെങ്കിൽ അസാമാന്യമായ രോഷമാണ് ഒരു പ്രതിപക്ഷ നേതാവിന് ഉണ്ടാവേണ്ടത്. എന്തിന് സറണ്ടർ ചെയ്തു എന്ന് ചോദിച്ച് തട്ടിക്കയറുകയാണ് ചെയ്യുന്നത്. പകരം രാഹുൽ ഗാന്ധി മനോഹരമായിട്ട് ചിരിക്കുന്നു. സ്വന്തം രാജ്യം പാകിസ്ഥാന് മുമ്പിൽ വാദത്തിന് വേണ്ടി സറണ്ടർ ചെയ്തു എന്ന് തന്നെ വയ്ക്കുക. ഈ സറണ്ടർ ചെയ്തതിലത്തെ സന്തോഷമാണ് ആ ചിരിയിൽ എനിക്ക് കാണാൻ കഴിഞ്ഞത്. ആ കുറുക്കൻ ചിരിയിൽ സ്വന്തം രാജ്യം തോറ്റുപോയതിൽ ആഹ്ലാദിക്കുന്ന, അത്യധികം ആഹ്ലാദിക്കുന്ന ഒരു മനസ്സ് എനിക്ക് കാണാൻ കഴിഞ്ഞു. അത് ക്ലിപ്പുകളായിട്ട്, റീലുകളായിട്ട് പ്രചരിക്കുന്നുണ്ട്, നിങ്ങളും കാണും. ആ ചിരി പ്രത്യേകം ശ്രദ്ധിക്കുക. ആ വാക്കുകളല്ല, ആ ചിരി. അതിനിടയ്ക്ക് ഒന്ന് നിർത്തിയിട്ട് രണ്ടാമതെടുത്തിട്ട് അങ്ങനെ സ്വന്തം രാജ്യം തോറ്റത് ആസ്വദിച്ച് നുണഞ്ഞാസ്വദിക്കുകയാണ് രാഹുൽ ഗാന്ധി. ഇങ്ങനെയുള്ള മനുഷ്യരുടെ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ ജീവിച്ചു പോകാൻ നരേന്ദ്രമോദിക്ക് കഴിയുന്നുണ്ടല്ലോ എന്നെനിക്ക് അത്ഭുതം തോന്നുന്നു. അപ്പുറത്ത് ട്രംപാണെങ്കിലോ കൂടെ ഇതെടുത്ത് പറയുകയും ചെയ്യും. ഞാനാണ് ആ വഴക്ക് തീർത്തത്, ഞാനാണ് ഡീലുണ്ടാക്കിയത് എന്ന് പറയുന്നു. ഇത് പറയുന്നതിലൂടെ അദ്ദേഹത്തിന് എന്തെങ്കിലും സംതൃപ്തി കിട്ടുന്നുണ്ടോ എന്നറിയില്ല. ഇതിങ്ങനെ അല്ല എന്ന് പലതവണ ആവർത്തിച്ച് ഭാരതത്തിൻ്റെ വിദേശകാര്യമന്ത്രി, വിദേശകാര്യ വക്താവ് ഇവരെല്ലാം നിഷേധിച്ചു. ബട്ട് ട്രംപ് ഇത് ആവർത്തിക്കുന്നതുകൊണ്ട് ട്രംപിന് എന്തെങ്കിലും ഗുണം കിട്ടുന്നെങ്കിൽ കിട്ടിക്കോട്ടെ. അങ്ങയുടെ രാജ്യത്ത് അങ്ങേര് ഹീറോയാകുമോ എനിക്കറിയില്ല. ഇതുകൊണ്ട് എന്താ പ്രയോജനമെന്ന്. പക്ഷേ എനിക്കും ഒരു കാര്യം ചോദിക്കാനുണ്ട്. ഈ നമ്മൾ മെയ് 6-ാം തീയതിക്കും 7-ാം തീയതിക്കും ഇടയ്ക്കാണ് ആദ്യമായിട്ട് പാകിസ്ഥാനിൽ ആക്രമണം നടത്തുന്നത്. അതിനെത്രയോ ദിവസം മുമ്പ് നമ്മൾ ആക്രമിക്കും എന്ന് പ്രധാനമന്ത്രി ഹിന്ദിയിലും ഇംഗ്ലീഷിലും സുവ്യക്തമായിട്ട് പറഞ്ഞിരുന്നു. ഇല്ലേ? പറഞ്ഞിരുന്നു, പ്രസംഗിച്ചിരുന്നു. തിരിച്ചടിക്കും, അതിശക്തമായി തിരിച്ചടിക്കും, സങ്കല്പിക്കാനാവാത്ത രീതിയിൽ തിരിച്ചടിക്കും എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ട്രംപിന് ഇടപെട്ടുകൂടായിരുന്നോ? അപ്പോഴല്ലേ സമാധാനം കൊണ്ടുവരേണ്ടത്? അടിക്കല്ലേ, പ്രശ്നമൊന്നും ഉണ്ടാക്കല്ലേ എന്ന് പറയേണ്ടത് അപ്പോഴല്ലേ? അതോ അടി തുടങ്ങിക്കഴിഞ്ഞിട്ടാണോ? അപ്പോൾ ഈ ട്രംപ് പറഞ്ഞത് വെറും പൊങ്ങച്ചമാണ്, അങ്ങേരുടെ എന്തോ ആവശ്യത്തിന് പറഞ്ഞതാണ് എന്നുള്ളത് സുവ്യക്തമാണ്. പക്ഷേ അതും എടുത്തുകൊണ്ട് രാഹുൽ ഗാന്ധി നടക്കുകയും അതിനെ സറണ്ടറായി വ്യാഖ്യാനിക്കുകയും അതിൽ സ്വയം ആഹ്ലാദിക്കുകയും ഒക്കെ ചെയ്യുന്ന അവസ്ഥ ഒരു ഭരണാധികാരിക്കും ഒരു രാജ്യത്തും നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. പക്ഷേ മോദി ഇതിൽ അക്ഷോഭ്യനാണ്. മോദിക്ക് ചെയ്യാനുള്ളത് മോദി ചെയ്യുന്നുണ്ട്. സിമിലർ സിറ്റുവേഷനാണ് യുക്രൈൻ റഷ്യ യുദ്ധത്തിൽ. എന്താ ട്രംപിന് അത് മധ്യസ്ഥത വഹിച്ച് തീർക്കാൻ പറ്റാഞ്ഞത്? തീർന്നില്ല, അത് തന്നെ. അവിടെയും ട്രംപ് അദ്ദേഹത്തിൻ്റെ ഒരു വില കുറഞ്ഞ സ്വഭാവം കാണിച്ചു.
ഒരു പ്രസിഡൻറ്റ് ഇങ്ങനെയൊന്നും ഒരു രാജ്യത്തിൻ്റെ പ്രസിഡൻറ്റ് ചെയ്തുകൂടാത്തതാണ്. അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ കുറിച്ചു, ഞാൻ പുടിനുമായിട്ട് സംസാരിച്ചു, 1.25 മണിക്കൂർ നേരം സംസാരിച്ചു. പുടിൻ വളരെ ദേഷ്യത്തിലാണ്. ഹേയ്, ഇതൊക്കെ പുറത്ത് പറയാൻ കൊള്ളാവുന്ന കാര്യമാണ്. നിങ്ങൾ സംസാരിച്ചിട്ടുണ്ടാവാം, ഒരുപക്ഷെ 1.25 മണിക്കൂർ സംസാരിച്ചിട്ടുണ്ടാവാം. പക്ഷേ ആ സംസാരം നിങ്ങൾ പുറത്ത് വിടും എന്ന് മാന്യനായ പുടിൻ പ്രതീക്ഷിക്കുന്നുണ്ടാവില്ല. പക്ഷേ ആ ഒരു മര്യാദ ട്രംപിനില്ല. പുടിനോടൊന്നല്ല, ആരോടുമില്ല. മോദിയോടും കാണിച്ചില്ല, ജർമ്മനിയോട്, കാനഡയോട്, നമ്മുടെ ഫ്രാൻസിലെ ഇമ്മാനുവൽ മാക്രോൺ പരസ്യമായിട്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത പറഞ്ഞു പിരിഞ്ഞു. സെലൻസ്കിയുമായിട്ട് അടി നടന്നില്ലെന്നേ ഉള്ളൂ യുക്രൈനിൽ, നമ്മൾ കണ്ടുകൊണ്ടിരുന്നതല്ലേ. ഇങ്ങനെയൊക്കെ പെരുമാറുന്ന കക്ഷിയാണ് ഡൊണാൾഡ് ട്രംപ്. എന്തുമായിക്കോട്ടെ, അവരുടെ രാജ്യം, അവരുടെ പ്രസിഡൻറ്റ് അയാൾക്ക് തോന്നിയ പോലെ പറയുന്നു. ബട്ട് പുടിൻ ഈ വിവരം ട്രംപ് പുറത്തുവിട്ട് കഴിഞ്ഞു. ട്രംപ് അത് കൂടാതെ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞു, ഹി ഹാസ് ഗോൺ അബ്സല്യൂട്ട്ലി ക്രേസി. ആര്? പുടിൻ ക്രേസിയായി, ഏകദേശം വട്ടായി എന്ന് സാരം. എന്നിട്ട് പോലും റഷ്യ പറഞ്ഞു അത് ഇംപ്രോപ്പറായിപ്പോയി, പറഞ്ഞുകൂടാത്തതായിരുന്നു, ദേഷ്യം വന്നപ്പോൾ പറഞ്ഞതായിരിക്കും. ഇമോഷണൽ എന്നാണ് റഷ്യ അതിനെ വിശേഷിപ്പിച്ചത്. ഒരു കൊച്ചുകുട്ടി വാശി നടക്കാതെ വന്നപ്പോൾ കരയുമല്ലോ, അപ്പോൾ നമ്മൾ പറയാം, അയ്യോ അത് പന്ത് മുട്ടായി മേടിച്ചു കൊടുക്കാത്തതിൻ്റെ കരച്ചില, സാരമില്ല എന്ന് പറഞ്ഞു. ഇതുപോലെ റഷ്യ പ്രതികരിച്ചു. അപ്പോൾ ചെറുതായത് ആരാണ്? ട്രംപാണ്. ഇത് കൂടാതെ ഇന്നാണ് മോദി തിരിച്ചടിക്കുന്നത്. ഇന്നലെയോ ട്രംപും എലോൺ മസ്കും തമ്മിൽ വലിയ വഴക്കാണ്, അറിയാമല്ലോ, ഭയങ്കര വഴക്കാണ്. ഒരു BBB, ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ, അത് അമേരിക്കയുടെ കടഭാരം വർദ്ധിപ്പിക്കും എന്ന് എലോൺ മസ്ക്, വർദ്ധിച്ചാൽ വർദ്ധിച്ചോട്ടെ, ഞാൻ നോക്കിക്കോളാം, അയാൾക്ക് അയാളുടെ ഇലക്ട്രിക് വെഹിക്കിളിൻ്റെ ഡ്യൂട്ടി സബ്സിഡി എടുത്തു കളഞ്ഞതിൻ്റെ ദേഷ്യമാണെന്നൊക്കെ ട്രംപ് ചുരുക്കി പറഞ്ഞ് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ അടിയായി. ഭയങ്കര ദോസ്തുക്കളായിരുന്നു. ഇയാൾ പറഞ്ഞു, ഞാൻ ഇല്ലായിരുന്നെങ്കിൽ താൻ തെരഞ്ഞെടുപ്പിൽ തോക്കുമായിരുന്നു, പോടാ അവിടുന്ന്, നീ ഇല്ലെങ്കിലും ഞാൻ ജയിച്ചേനെന്നൊക്കെ പറഞ്ഞു ട്രംപ്. ഏതായാലും ട്രംപിൻ്റെ അന്തസ്സിനൊത്ത് ട്രംപ് പെരുമാറി. ഇലോൺ മസ്കും വിട്ടില്ല. ഇലോൺ മസ്കിൻ്റെ കോൺട്രാക്റ്റ് എല്ലാം ക്യാൻസൽ ചെയ്ത് കളയും എന്നൊക്കെ ട്രംപ് ഭീഷണിപ്പെടുത്തി. താൻ ക്യാൻസൽ ചെയ്യേണ്ട, ഞാനിത് നിർത്തിവെക്കാൻ പോകണമെന്ന് ഇലോൺ മസ്ക്. നിർത്തിയിട്ടൊന്നുമില്ല കേട്ടോ, കാരണം നിർത്തിയാൽ അമേരിക്കയുടെ നട്ടെല്ലൊടിയും എന്ന് ഇലോൺ മസ്കിനും അറിയാം, ട്രംപിനും അറിയാം. നാസയുടെ പരിപാടികൾ മുഴുവൻ സക്സസ് ആകുന്നത് സ്പേസ് എക്സ് എന്ന ഇലോൺ മസ്കിൻ്റെ പ്രൈവറ്റ് കമ്പനി വഴിക്കാണ്. അപ്പോൾ ശൂന്യാകാശ പരിപാടികൾ മുഴുവൻ നിന്നു പോകും. ശൂന്യാകാശത്ത് ഇപ്പോൾ ഉള്ളവർ അവിടെ തന്നെ ഇരുന്നു പോകും. ഇങ്ങനെയൊക്കെയുള്ള വലിയ കോൺസിക്വൻസസ് ഉണ്ട്. ഇത് രണ്ടുപേർക്കും അറിയാവുന്നതുകൊണ്ട് ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ഞാനിപ്പം കാണിച്ചു തരാം എന്നൊക്കെ പറയുന്നതല്ലാതെ കാണിച്ചൊന്നും കൊടുത്തിട്ടില്ല. ഏതായാലും രണ്ടുപേരും തമ്മിൽ ഉഗ്രൻ വഴക്കാണ്. ടെസ്ല കാറ്, അതാണ് ഇലക്ട്രിക് വെഹിക്കിൾ എലോൺ മസ്കിൻ്റെ, അതിന് ഡ്യൂട്ടി ഇളവ്, സബ്സിഡിയൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം ട്രംപ് എടുത്തു കളഞ്ഞു. അപ്പോഴാണ് മോദിയുടെ ട്രംപിനുള്ള മറുപടി വരുന്നത്. ഈ എലോൺ മസ്കിൻ്റെ സ്റ്റാർലിങ്ക് എന്ന ഉപഗ്രഹ വൈഫൈ, പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഞാൻ പറയുകയാണ്, എന്താണ് സ്റ്റാർലിങ്ക് എന്ന് ചോദിച്ചാൽ, ഉപഗ്രഹത്തിൽ ശൂന്യാകാശത്തിൽ ഒരു വൈഫൈ ഇരിക്കുന്നു എന്ന് വയ്ക്കുക, അതിലേക്ക് നമ്മുടെ എല്ലാം മൊബൈൽ നമ്മൾ കണക്ട് ചെയ്യുന്നു, സംസാരിക്കുന്നു. ഇതാണ് ചുരുക്കത്തിൽ സ്റ്റാർലിങ്ക്. ഇത്ര സിമ്പിളൊന്നും അല്ല കേട്ടോ, ഒരുപാട് സാറ്റലൈറ്റുകളൊക്കെ ചേർന്ന് വലിയൊരു ഏർപ്പാടാണ്. പെട്ടെന്ന് മനസ്സിലാകാനായിട്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഈ സ്റ്റാർലിങ്കിന് ഇന്ത്യയിൽ പെർമിഷൻ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ട്രംപുമായിട്ട് വട്ടം ഉടക്കി നിൽക്കുന്ന സമയത്ത് എലോൺ മസ്കിനെ സഹായിക്കാനും ട്രംപിനെ പരോക്ഷമായിട്ട് ഒന്ന് കൊച്ചാക്കാനും വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇന്ത്യ ധൃതി പിടിച്ച് സ്റ്റാർലിങ്കിന് ഈ പെർമിഷൻ കൊടുത്തിരിക്കുന്നത്. പെർമിഷൻ അവർ നേരത്തെ ചോദിച്ചിരുന്നു, കൊടുക്കണം വേണ്ട, വേറൊരു വിദേശ ശക്തിയെ നമ്മുടെ മൊബൈൽ രംഗത്ത് കളിക്കാൻ അനുവദിക്കണോ, നമുക്കിവിടെ ഉള്ളവരുടെ സ്ഥിതി എന്താകും, നമുക്കിവിടെ ഉണ്ടല്ലോ നമ്മളുടെ സർവീസ് പ്രൊവൈഡേഴ്സുണ്ട്, ജിയോയുണ്ട്, വോഡാഫോണുണ്ട്, മറ്റ് പലരും ഉണ്ട്. അപ്പോൾ അവരുടെയൊക്കെ റവന്യൂവിൽ മസ്കും കൂടെ കയറി വരും. ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇതൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ കക്ഷിക്കിട്ട് ഒരടി കൊടുക്കാൻ പറ്റിയ അവസരം ഇതാണ് എന്ന് മോദി തീരുമാനിക്കുന്നത്.
അങ്ങനെ ബിസിനസ് ഡീലിൻ്റെ പുറത്ത് ഞാനങ്ങ് മോദിയെയും ഷഹബാസ് ഷെരീഫിനെയും മുട്ടുകുത്തിച്ചു എന്ന് അഹങ്കരിച്ച ട്രംപിന് ബിസിനസ് ഡീല് വഴി തന്നെ മോദി ഒരു മറുപടി കൊടുത്തിരിക്കുകയാണ്. എന്നാൽ മറുപടി കൊടുത്തു എന്നൊരു ഭാവം മോദിക്കുണ്ടോ? അതൊട്ടില്ല താനും. ഇത് ഒരുപാട് കാലമായിട്ട് മോദി നിരീക്ഷിക്കുന്നവർക്കിത് മനസ്സിലാവും. അദ്ദേഹം പെട്ടെന്ന് പ്രകോപിതനായിട്ട് തിരിച്ചെന്തെങ്കിലും പറയാറില്ല. പെട്ടെന്ന് പ്രകോപിതനായിട്ട് തിരിച്ചൊന്നും ചെയ്യാറുമില്ല. അവസരങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയും കണക്ക് പലിശയടക്കം തീർക്കുകയുമാണ് മോദിയുടെ ഒരു ശൈലി. അത് തീർക്കുമ്പോൾ സ്വന്തം രാജ്യത്തിന് അതിൽ നിന്ന് ഒരല്പം ഗുണമുണ്ടാവാനും മോദി ശ്രദ്ധിക്കും. അല്ലാതെ സ്വന്തം ഈഗോ സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് ആരുമായിട്ട് അദ്ദേഹം വഴക്കിന് പോകാറില്ല. ഈഗോ മോദിക്കില്ലേ? ഈഗോ ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. ഒരു മനുഷ്യന് ഉണ്ടാവേണ്ടതുമാണ് അത്. അതൊക്കെ ആവശ്യത്തിന് മോദിക്കുണ്ട്. പക്ഷേ ഈഗോ സാറ്റിസ്ഫാക്ഷന് വേണ്ടി മാത്രം നാളിതുവരെ മോദി ഒരാക്ഷനും എടുത്തിട്ടില്ല. ഈഗോ സാറ്റിസ്ഫൈഡ് ആകും, അതിൻ്റെ കൂടെ രാജ്യത്തിന് നന്മയും വരും. അതല്ല എനിക്ക് ജയിക്കാൻ വേണ്ടിയിട്ട് രാജ്യം മുടിഞ്ഞു പോയാൽ പോട്ടെ എന്ന് വിചാരിച്ചിട്ട് തൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട് മോദി ഒരു നടപടിയും എടുക്കാറില്ല. അങ്ങനെ എടുക്കുന്നത് രാഹുൽ ഗാന്ധിയാണ്. അതുകൊണ്ട് രാഹുൽ ഗാന്ധിക്ക് ജനപിന്തുണ കുറഞ്ഞു വരുന്നു. അടുത്ത തെരഞ്ഞെടുപ്പിൽ പരമദയനീയമായിരിക്കും ഈ രീതിയിൽ കോൺഗ്രസ് പോയാൽ. ഏതായാലും അവരുടെ പാർട്ടിയാണ്, അവർ നോക്കട്ടെ. ഞാൻ നരേന്ദ്രമോദിയെ അഭിനന്ദിക്കാൻ ഈ ദിവസം തിരഞ്ഞെടുക്കുന്നത് ഇതുപോലത്തെ കുറിക്കുകൊള്ളുന്ന മറുപടികൾ പ്രവൃത്തിയിലൂടെ ട്രംപിന് കൊടുക്കുന്നതുകൊണ്ടാണ്. ട്രംപ് അധികാരത്തിൽ വരുന്നവനെ സ്വാഗതം ചെയ്തവനാണ് ഞാൻ. അയാളൊരു നാഷണലിസ്റ്റാണ്. അമേരിക്കയ്ക്ക് വേണ്ടി അയാൾ പലതും ചെയ്യും. കൂട്ടത്തിൽ സാമ്പത്തികമായിട്ട് നമുക്ക് ശ്വാസം മുട്ടലൊക്കെ ഉണ്ടാവും. ഇതൊക്കെ ഞാൻ അന്ന് തന്നെ പറഞ്ഞിരുന്നു. നമുക്ക് പ്രശ്നം ഉണ്ടാകുമെങ്കിൽ പോലും അമേരിക്ക സ്വന്തം കാലിൽ അല്ലെങ്കിൽ അവരുടേതായ ഒരു ഏരിയയിൽ നമ്പർ 1 ആയിട്ട് നിൽക്കുക, മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ, മറ്റ് രാജ്യങ്ങളെ ഉപദ്രവിക്കാതിരിക്കുക, ഈ ഒരു രീതിയിൽ പോകും എന്ന് പ്രതീക്ഷിച്ചാണ്. അങ്ങനെയാണ് ട്രംപ് തുടങ്ങിയത്. ബട്ട് ഇപ്പോൾ ട്രംപും സ്ലോലി ഈ പറഞ്ഞ ഡീപ് സ്റ്റേറ്റിൻ്റെയോ ആരുടെയൊക്കെ കയ്യിൽ പെട്ടുപോയി എന്ന് തോന്നുന്നു. മെല്ലെ മെല്ലെ ട്രംപ് ദേശീയധാരയിൽ നിന്ന് അല്ലെങ്കിൽ ഒരു നാഷണലിസ്റ്റ് ചിന്താഗതിയിൽ നിന്ന് അകന്നു പോകുന്ന പോലെ തോന്നുന്നു. പക്ഷേ അമേരിക്കക്കാർക്ക് അത് തോന്നാൻ സമയമായിട്ടില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ട്രംപ് ഇപ്പോഴും നാഷണലിസ്റ്റായിട്ട് നിൽക്കുന്നു. വരും ദിവസങ്ങളിൽ ചിത്രം കൂടുതൽ വ്യക്തമാകും. ഏതായാലും സ്റ്റാർലിങ്ക് വഴി, ഇലോൺ മസ്ക് വഴി ട്രംപിന് ആദ്യ പ്രഹരം മോദി ഏൽപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് വാർത്ത. താങ്ക് യു.